ഇതെന്താ വാസേട്ടാ? ദിവസവും രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ കിതയ്ക്കും. വാസുവേട്ടന് എല്ലാ അഭ്യാസങ്ങളും അറിയാമോ? മോനൊന്നും പഠിക്കണോ? ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കാണിച്ചു തരാം. വാസുവേട്ടനെ പോലെ കാണിക്കാവോ? മോനൊന്ന് കാണിച്ചാ ഞാൻ 3 കാണിക്കും. അത് അത് വേണ്ട. കാണാം കാണാം. കാണിച്ചേ. ഇതിപ്പോ ഇപ്പൊ ചെയ്യേണ്ട എക്സസൈസ് അല്ല ഇത്. രാത്രി 1 മണിക്ക് ശേഷം ചെയ്യേണ്ടതാ, അല്ലെങ്കിൽ കാലിൽ കേടാ. ആ വില മനസ്സിലിരിക്കട്ടെ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞൂടെ? ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന്? ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചുതരാം. കാണിക്കാം. കാണിക്കുന്നേ ഈ ഇടത്തെ കാലില്ലേ, ആ കാലം അത് ചെയ്യാം. വലത്തെ കാല് ഏതെങ്കിലും. അതെ, ഇടത്തെ കാലായാലോ? എന്ത് പണ്ടാറങ്ങി? അപ്പൊ 2 കാലം ഒപ്പം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഈ എന്നൊന്ന് പിടിച്ചേന്ന് കാണാം. അത് വേണ്ട. അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് പിടിക്കണ്ട, വേണ്ട. ആദ്യം എന്റെ അമ്മ, എന്റെ മൂട് കലങ്ങി കേട്ടോ. ആഹാ, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പച്ചൻ അറിഞ്ഞാ കൊല്ലും. തല പൊളിയുന്നെന്ന്. അത് കുടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പ്ലീസ് പോടാ, ചെല്ലേ പോടാ, പോ. അറബിക്കടലിളകി വരും ആകാശത്തു വരും. നീ ഇന്നലെ എപ്പോ വന്നു? വളരെ ലേറ്റായി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു. ഷിപ്മെന്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്ത മാസം. എന്താടാ ഗാനമേള കഴിഞ്ഞോ? ഒരെണ്ണം. വലിയ പറമ്പിലെ അന്തോണി മോൾക്ക് വേണ്ടി ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട്. നീ ആ പെണ്ണ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണണം. 2 ലക്ഷം രൂപയും 100 പവന്റെ ആഭരണങ്ങളുമാണ്. ഒറ്റ മോളാ. സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാ. എന്താ പോരെ? നീ എന്ന് പോകുന്നു പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെപ്പോഴാ? നിനക്ക് വയസ്സ് 30ആയി. അങ്ങനെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല. നിന്റെ തീരുമാനം വേഗം അറിയിക്കണം. പീറ്റർ, വാസോട്ടാ ഞാൻ ഇതിനെ ഒരു പാക്കറ്റിന് 15 രൂപ വില. രാവിലെ തന്നെ 5 എണ്ണം വെറുതെ. ഈ അപ്പച്ചന്റെ ഇടയ്ക്കിടയ്ക്കുള്ള മരമുണ്ടല്ലോ, നിന്ന് വരുന്ന എന്റെ കാലും നടുപൊടിയാറായി. ചോദിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ ചോദിക്കാൻ പറച്ചല്ലേ. അതെ. അയ്യോ, സിഗരറ്റ് 3-5. എന്താ? ഒന്നുമില്ല. വേണോ? വേണമെന്നില്ല, ഒരെണ്ണം കിട്ടിയാ കൊള്ളാം. ഇത് മതി. എടാ, അനിമോന്റെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു കേട്ടല്ലോ. എന്ത് പറ്റിയതാ? ഒന്ന് വീണതാ, ചെറിയ ഫ്രാക്ചർ ഉണ്ട്. കുട്ടികളായാൽ സൂക്ഷിക്കണം. താനും നിന്നോട് കൂടെ നിൽക്കണേ. പാടൂ. എന്തൊരു കഷ്ടമാണ് നോക്ക് ദൈവമേ.
അത് ഇതായിരുന്നോ ചേട്ടൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിച്ചത്? വാസോട്ടാ, ഞാൻ ഇപ്പൊ അപ്പച്ചനോട് പറയാൻ പോവാ. മോനെ രക്ഷ വീഴേ, അപ്പച്ചോട് പറയാം എന്റെ പണി പോവും. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ വരാം. ആ ശരി. അത് വേണോ? വാ. ശ്ശോ. ഉം. ഉം. എന്റെ ബാറ്റുള്ള അയ്യോ, ഷട്ടിൽ ബാറ്റ് എടുത്തുന്നാ കളി. എന്നാ പിടി. എനിക്ക് വയ്യ, ഞാൻ നിർത്തി. വാസോട്ടാ, അല്പം ഓടുന്നത് നല്ലതാ. എനിക്ക് മതി, എനിക്ക് വയ്യ. ഗ്യാസ് മേലോട്ട് കയറി. മതി മതി, നിർത്തി, ഞാൻ നിർത്തി. പിന്നെ എന്താ? കുറച്ച് മാങ്ങയാ. എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടാ. ഇരുന്നോട്ടെ, നല്ല അച്ചാറാ, ടൗണിൽ കിട്ടില്ല. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ പോവാ. അതിനൊന്ന് വിമൻസ് കോളേജ് ഒന്നും ഇല്ല ഇത്ര ധൃതി വെച്ച് പോവാൻ. വിമൻസ് കോളേജ് ഇല്ലെങ്കിൽ എന്താ, പാരലൽ കോളേജ് ഇല്ലേ? ചെല്ല് ചെല്ല്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്റെ പെണ്ണെ സ്മാർട്ട് ആയിട്ട് എങ്ങനെ പറ ഗുഡ് മോർണിംഗ്. ഓ, ഈ പെണ്ണൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു എന്റെ ഈശോയെ. എന്നെ വിളിച്ചോ? ഹലോ രോമാഞ്ചം, എന്ത് പറയുന്നു? ഹലോ. ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ്, കാണുന്നില്ലേ? ഹായ് ഡോളി. ജൂഡി, മോൻ എന്താ വല്ലാതിരിക്കുന്ന? അവള് വല്ലതും പറഞ്ഞോ? ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ അറിഞ്ഞില്ല അല്ലേ? മോൻ ആരാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവള് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. സാരമില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട. പുതിയ പെണ്ണല്ലേ. അതൊന്നും അല്ല കാര്യം ഈശോ ചേട്ടാ. അതിനാ പെണ്ണൊന്നും പറഞ്ഞില്ല, ഞാൻ വേറൊരു കാര്യം ഓർത്തു പോയതാ. ഞാൻ വരട്ടെ. ആ, ഇപ്രാവശ്യം കടുവാങ്ങ. ആര് പറഞ്ഞു അപ്പച്ചനെ ചേച്ചിയോട് സ്നേഹമില്ലെന്ന്? ഇത് കണ്ടില്ലേ, തരുമ്പം ചേച്ചിക്കാണെന്നൊന്നും പറയില്ല. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന മത്തായിക്കുട്ടി അറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷം? അപ്പച്ചന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് എന്തോ അസുഖം വരാനാ? എനിക്ക് വിശക്കുന്നു, ചോറ് വിളമ്പ്. ചേച്ചിക്കൊരു വിശേഷം കേൾക്കണം. എന്താ? ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന. ഏതോ ഒരു ആന്റണിയുടെ മോളാ. 100 പവന്റെ സ്വർണം,
2 ലക്ഷം രൂപയും. എന്താ വളോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ആസ് യൂഷ്വൽ. തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പീറ്റർ, നിനക്ക് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നോ? ശ്രീധന് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പച്ചന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ? കല്യാണം കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ സമയം വരുമ്പോ നടക്കും. ഈ വക കാര്യത്തിലൊന്നും ആരും ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കരിമീനില്ലേ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് രണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. ആഹാ, സാറ് നേരത്തെ തുടങ്ങിയോ? എനിക്ക് കരിമീനില്ലേ? ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്ക് അതിലും വലിയ ഇഷ്ടമാ. ഇന്നാടോ കൊതിയ? ചേച്ചി, നമുക്ക് ഇവളെ ഒന്ന് കെട്ടിച്ചയക്കണ്ടേ? ഞാനിവിടെ നിൽക്കുന്നതിൽ പീറ്ററിന് എന്താ ഇത്ര വിഷമം? വിഷമമൊന്നുമില്ല. അല്ല, കാലാകാലങ്ങളിൽ നടക്കേണ്ടത് നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണു കെട്ടിക്കാൻ. അല്ല, നിനക്കിത് പറയാൻ എന്താ യോഗ്യത? നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി, ബുദ്ധി വെക്കട്ടെ. ആളൊരു പാവ. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും. എപ്പോ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും. എന്നെ രോമാഞ്ചെന്നാ വിളിക്കുന്നത്. ചിലപ്പോ നിത്യവസന്തോന്നും വിളിക്കും. ഞാൻ പ്രേംനസീറിന്റെ ഫാനാ. ഹായ്. ഹലോ. ആ, രാവിലെ കണ്ടപ്പോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അടുത്ത ഞായറാഴ്ച മനസ്സമ്മതാണെന്നൊക്കെ കേട്ടു. ശരിയാണോ? ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം? ഗൾഫിലാ. ആഹാ, കോളടിച്ചല്ലോ. പിന്നെ ജൂഡി പ്രീ ഡിഗ്രി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തില്ലല്ലേ? ജൂഡി ഇപ്പോഴും പഴയ വീട്ടിലാണോ താമസം? ജൂഡിയെ നേരത്തെ അറിയോ? അറിയോന്നോ?